ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ട് അപ്പിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്ന് സെപ്റ്റംബർ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. ഫെലോഷിപ്പ് ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഷിക്കാഗോയിൽ വെച്ച് സംയുക്ത കൺവെൻഷനും സംയുക്ത ആരാധനയും അനുഗ്രഹമായി നടന്നു. വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഷിക്കാഗോയിലെ വിവിധ സഭകളിൽ നിന്നായി അനേകർ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 8:30 മണിയോടുകൂടെ ട്രിനിറ്റി ബൈബിൾ സെമിനാരി ചാപ്പലിൽ ആരംഭിച്ച സംയുക്ത കൺവെൻഷന് FECC കൺവീനർ പാസ്റ്റർ വില്ലി എബ്രഹാം നേതൃത്വം നൽകി. അതിനെ കുറിച്ചുള്ള പത്രവാർത്ത ഞാനിവിടെ വായിക്കുന്നു. ഇവിടെയുള്ള പെന്തക്കോസ്റ്റ് സഭകളുടെ ഏകീകൃത സംഘടനയായ ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട സംയുക്ത ആരാധന അനുഗ്രഹമായി സമാപിച്ചു. സെപ്റ്റംബർ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക് ട്രിനിറ്റി ബൈബിൾ സെമിനാരി ചാപ്പലിൽ ആരംഭിച്ച സംയുക്ത ആരാധനയ്ക്ക് FECC കൺവീനർ ഡോക്ടർ വില്ലി എബ്രഹാം നേതൃത്വം നൽകി. പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ സങ്കീർത്തനാധ്യാനം നടത്തി. ഡോക്ടർ PC മാമൻ ഭക്തി നിർഭരമായ തിരുവത്താഴ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പാസ്റ്റർ അനീഷ് തോമസ്, പാസ്റ്റർ സാം നൈനാൻ എന്നിവർ ദൈവവചനം സംസാരിച്ചു. ബ്രദർ ബിനോയ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ടീം മലയാളം പ്രൈസ് ആൻഡ് വർഷിപ്പിനും CCFന്റെ കൊയർ ഇംഗ്ലീഷ് വർഷിപ്പിനും നേതൃത്വം നൽകി. പാസ്റ്റർമാരായ സാം തോമസ്, സാമുവൽ ചാക്കോ, ഡോക്ടർ ടൈറ്റസ് സീപ്പൻ, പാസ്റ്റർ ജിജു ഉമൻ, പാസ്റ്റർ MG ജോൺസൺ, ഡോക്ടർ സജി കെ ലൂക്കോസ് എന്നിവർ വിവിധ സമയങ്ങളിലായി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. PCNAC നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, സെക്രട്ടറി സാം മാത്യു, ട്രഷറർ പ്രസാദ് ജോർജ് എന്നിവർ PCNACന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ട്രിനിറ്റി ബൈബിൾ സെമിനാരി ഡയറക്ടർ റവറൻ ബിൽ യാസീനോ സെമിനാരി നൽകുന്ന പഠന സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു. CCFന് വേണ്ടി ജോയൽ മാത്യു, ഷിക്കാഗോ ലേഡീസ് പ്രയർ ഫെലോഷിപ്പിന് വേണ്ടി മിനി ജോൺസൺ, റോസമ്മ ചെറിയാൻ, മീഡിയയ്ക്ക് വേണ്ടി കുര്യൻ ഫിലിപ്പ് എന്നിവർ വിവിധ പ്രസ്താവനകൾ നടത്തി. പാസ്റ്റർ KV എബ്രഹാമിന്റെ ആശീർവാദത്തോടെ സംയുക്ത ആരാധന സമാപിച്ചു. സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പാസ്റ്റർമാരും വിശ്വാസികളും സമ്മേളനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു. ഇതോടനുബന്ധിച്ച് സെപ്റ്റംബർ 20 വെള്ളിയാഴ്ചയും 21 ശനിയാഴ്ചയും വൈകിട്ട് IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംയുക്ത കൺവെൻഷനും നടന്നു. ഈ വർഷത്തെ FECC സംയുക്ത യോഗങ്ങൾ വിജയകരമായി തീർക്കുവാൻ സഹായിച്ച എല്ലാ ദൈവദാസന്മാരോടും വിശ്വാസികളോടും സഭകളോടുമുള്ള നന്ദി FECCക്ക് വേണ്ടി അതിന്റെ കൺവീനർ ഡോക്ടർ വില്ലി എബ്രഹാം അറിയിച്ചിട്ടുണ്ട്. FECCയുടെ ആഭിമുഖ്യത്തിലുള്ള പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസിന്റെ അടുത്ത മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ച ഒക്ടോബർ മാസം 1-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മണിക്ക് പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസന്റെ വസതിയിൽ വെച്ച് നടത്തുന്നതാണ്. ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച ഈസ്റ്റ് വോയിസ് ഷിക്കാഗോ അവതരിപ്പിക്കുന്ന സംഗീത ശുശ്രൂഷ IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. കഴിഞ്ഞ മുൻ ആഴ്ചകളിൽ ഞങ്ങൾ അനൗൺസ് ചെയ്തതുപോലെ അനവധി ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്ത ഷിക്കാഗോയിൽ ദീർഘകാലമായി താമസിക്കുന്ന പാസ്റ്റർ സാംകുട്ടി മത്തായിക്ക് കുടുംബത്തിനും ആദരവുകൾ അർപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ദിവസം. ഒക്ടോബർ മാസം 5-ാം തീയതി വൈകിട്ട് 6:30 മണിക്ക് ആരംഭിക്കുന്ന ആ സംഗീത ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. CCFന്റെ ആഭിമുഖ്യത്തിലുള്ള വൺ ഡേ കോൺഫറൻസ്, വൺ ഡേ സെമിനാർ ഒക്ടോബർ മാസം 12-ാം തീയതി ശനിയാഴ്ച നടത്തപ്പെടുന്നതാണെന്ന് CCFന്റെ പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ എബ്രഹാം അറിയിക്കുന്നു. IPC ഷാലേം സഭയുടെ പിക്നിക് നാളെ രാവിലെ 10 മണി മുതൽ വൈക്കിംഗ് പാർക്കിൽ വെച്ച്, ഗർണിയിലുള്ള പാർക്കിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. 35ാമത് ആരാവലി കൺവെൻഷൻ ഒക്ടോബർ മാസം 24 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാജസ്ഥാനിലുള്ള ആരാവലി എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കൺവെൻഷൻ നടത്തപ്പെടുന്നത്. ഈ 35ാമത് കൺവെൻഷന് പാസ്റ്റർ നൂറുദ്ദീൻ മുള്ള പ്രധാന പ്രാസംഗികനായിരിക്കും. നമ്മുടെ ഷിക്കാഗോയിൽ താമസിച്ചുകൊണ്ടിരുന്ന പരേതനായ പാസ്റ്റർ തോമസ് മാത്യുവും കുടുംബവും ആരംഭിച്ച പ്രവർത്തനമാണ് ആരാവല്ലി പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനം 35 വർഷം മുമ്പ് ആരംഭിച്ചു. ഈ വർഷം നടക്കുന്ന 35ാമത്തെ കൺവെൻഷന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും സഹകരണങ്ങളും സഹായങ്ങളും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സൂക്ഷിപ്പും പരിപാലനവും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.